വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ DBയുടെ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് യൂണിറ്റ് 1 ആപ്ലിക്കേഷൻസ് ഓഫ് ബയോമെട്രിക് ഡാറ്റ മെഡിക്കൽ പ്രിപ്പറേഷനാണ്. ആദ്യമായി ഇൻട്രൊഡക്ഷനിൽ ഐഡൻറ്റിഫിക്കേഷൻ, ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ, ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ പരിചയപ്പെടാം. ഐഡൻറ്റിഫിക്കേഷൻ. Most common way of identification is by manually comparing a valid real-world document with a physically present person. നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ രീതി എന്താണ്? ഒരു വാലിഡ് റിയൽ വേൾഡ് ഡോക്യുമെൻറ്റ്, ഒരു സാധുവായ ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ അതിലുള്ള ഫോട്ടോഗ്രാഫ് ആ വ്യക്തിയുമായി കമ്പയർ ചെയ്ത് നോക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സ്കൂൾ ID കാർഡ് എക്സാമ്പിളായിട്ട് എടുക്കുക. അതിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാകും, നിങ്ങളുടെ ID നമ്പർ ഉണ്ടാകും, നിങ്ങളുടെ പേരുണ്ടാകും. നമുക്കതിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വന്നിരിക്കുന്ന കുട്ടി കറക്റ്റ് പേഴ്സൺ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് പൊതുവായി ഉപയോഗിക്കുന്ന രീതി. പക്ഷേ രീതിക്കൊരു പോരായ്മകൾ ഒരുപാടുണ്ട്. എന്താണ് പോരായ്മകളുള്ളത്? നമ്മുടെ ഫോട്ടോഗ്രാഫ് മാറ്റി വേറൊരെണ്ണം ഒട്ടിച്ചുകൊണ്ട് ഒരാൾക്ക് നമ്മുടെ ID ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കബളിപ്പിക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് ഒരു മോചനം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ. It is a form of identification that recognizes an individual based on his biometric characteristics. ഒരു വ്യക്തിയെ അയാളുടെ ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് അടിസ്ഥാനപ്പെടുത്തി തിരിച്ചറിയുന്ന രീതിയാണ് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം, ബയോമെട്രിക് ID കാർഡ് ഇവയൊക്കെ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പരിചിതമാണ്. ഫിംഗർ പ്രിൻറ്റ്സ്, പാം പ്രിൻറ്റ്സ്, ഐറിസ് പാറ്റേൺസ്, DNA, ഫേഷ്യൽ ഇമേജ് എക്സെട്ര. ഇവയിൽ ഏതെങ്കിലും ഒരു ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇവയുടെ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ സാധ്യമാണ്. അടുത്തതായി നമ്മൾ ഒരു ബയോമെട്രിക് ID കാർഡിൻ്റെ സാമ്പിൾ പരിചയപ്പെടാം. റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ഈ കാർഡ് ഹോൾഡറിൻ്റെ ID നമ്പർ, നെയിം, ജെൻഡർ, സ്റ്റേറ്റ് ഓഫ് ഒറിജിൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഡ്രൈവിംഗ് ക്ലാസ്, ബ്ലഡ് ഗ്രൂപ്പ്, ഹൈറ്റ്, കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ എന്നിവയാണ്. അതായത് ഇവയൊക്കെ ഡെമോഗ്രാഫിക് ഡാറ്റ ഐറ്റംസ് ആണ്. നമുക്കിത് കൂടാതെ നമുക്ക് ബയോമെട്രിക് ID കാർഡിന് ഒരു സ്മാർട്ട് ചിപ്പ് കൂടി ഉണ്ടായിരിക്കും. ഈ സ്മാർട്ട് ചിപ്പിൽ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാർഡ് ഹോൾഡറിൻ്റെ ബയോമെട്രിക് ഡാറ്റ ഐറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഫിംഗർ പ്രിൻറ്റ് ഓർ പാം പ്രിൻറ്റ് ഓർ ഫേഷ്യൽ ഇമേജ് ഓർ ഐറിസ് പാറ്റേൺസ്. ഇത് നമ്മളിതിന് പറയുന്ന പേരാണ് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ ഈ ബയോമെട്രിക് ID കാർഡിൽ നമ്മൾ ഒരു സ്മാർട്ട് ചിപ്പാണുള്ളത്. ആ ഒരു സ്മാർട്ട് ചിപ്പിൽ ഈ ഒരാളിൻ്റെ ബയോമെട്രിക് ഡാറ്റ ഐറ്റംസ് ആണ് കാണുന്നത്. നമുക്കിതിന് വേറെ രീതിയിൽ ഉപയോഗിക്കാം. നമുക്കൊരു ഡാറ്റാ ബേസിലേക്ക് നമ്പർ ഓഫ് പീപ്പിളിൻ്റെ ബയോമെട്രിക് ഡാറ്റ ശേഖരിച്ച് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ സ്ഥാപനം, ഒരു തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണ് ആണെങ്കിൽ നമുക്ക് അവിടുത്തെ ഓരോ എംപ്ലോയീസിൻ്റെയും ബയോമെട്രിക് ഡാറ്റ ബയോമെട്രിക് ID കാർഡിൽ ശേഖരിച്ച് വയ്ക്കുന്നതോടൊപ്പം തന്നെ ഒരു എക്സ്റ്റേണൽ ഡാറ്റാബേസിലൂടെ സൂക്ഷിച്ച് വയ്ക്കാം. എന്തിനെന്ന് വെച്ചാൽ അവിടുത്തെ അതോറിറ്റി, ഫോർ എക്സാമ്പിൾ ഒരു മാനേജർ ഉണ്ടെങ്കിൽ ആ മാനേജറിന് അവിടുത്തെ ഫുൾ എംപ്ലോയീസിൻ്റെയും ഡാറ്റ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തതായി ബയോമെട്രിക് സിസ്റ്റം കമ്പോണൻസ് ആണ് പരിചയപ്പെടുന്നത്. ബയോമെട്രിക് സിസ്റ്റം വർക്ക് ബൈ റെക്കോർഡിംഗ് ആൻഡ് കമ്പയറിംഗ് ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു വ്യക്തിയുടെ ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബയോമെട്രിക് ഡാറ്റയെ ശേഖരിച്ച് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു രീതിയാണ് ബയോമെട്രിക് സിസ്റ്റം ചെയ്യുന്നത്. അതിന് എന്തെല്ലാം കമ്പോണൻസ് ഉണ്ടെന്ന് നമുക്ക് പരിചയപ്പെടാം. 4 മേജർ കമ്പോണൻസ് ഓഫ് എ ബയോമെട്രിക് സിസ്റ്റം ആർ: ഫസ്റ്റ് വൺ, എ മെക്കാനിസം ടു സ്കാൻ ആൻഡ് ക്യാപ്ചർ ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു വ്യക്തിയുടെ ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഫിംഗർ പ്രിൻറ്റ് ഓർ പാം പ്രിൻറ്റ് ഓർ ഐറിസ് പാറ്റേൺസ് ഇതിൽ ഏതെങ്കിലും നമുക്ക് സ്കാൻ ചെയ്ത് തന്നെ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ് നമുക്ക് ആദ്യം വേണ്ടത്. രണ്ടാമതായി, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്യാപ്ചർ ചെയ്ത ബയോമെട്രിക് ഡാറ്റ എന്ന് പറയുന്നത് ഒരു റോ ഡാറ്റയാണ്. അതായത് ഒരു പ്രോസസ്സിങ്ങും ചെയ്യാത്ത, സംസ്കരിക്കാത്ത ഫ്രഷ് ഡാറ്റയാണ്. നമുക്കിവയെ അതുപോലെ സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കില്ല ഒരു കമ്പ്യൂട്ടറിൽ. നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനെ ഒരു കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ട സോഫ്റ്റ്വെയറാണ് നമുക്ക് സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് വേണ്ടത്. Software to process the raw data into a format called a template that can be used for storing and matching. നമുക്ക് ഈ റോ ഡാറ്റയെ ടെംപ്ലേറ്റ് ആക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അത് ടെംപ്ലേറ്റ് ആക്കി മാറ്റണം. അതിന് വേണ്ട സോഫ്റ്റ്വെയറാണ് സെക്കൻഡ് കമ്പോണൻറ്റ്. The third component, software to compare a previously stored biometric template with that from a live sample.
ഇവിടെ ലൈവ് സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ബയോമെട്രിക് ID കാർഡിൽ നമ്മൾ കാർഡ് റീഡർ ഉപയോഗിച്ച് റീഡ് ചെയ്തെടുക്കുന്ന ആ കറക്റ്റ് ബയോമെട്രിക് ഡാറ്റയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കാർഡ് ഹോൾഡർ ഒരു ബയോമെട്രിക് കാർഡുമായിട്ട് നമ്മുടെ കാർഡ് റീഡറിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ, കാർഡ് റീഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ഡാറ്റ, ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിൻറ്റ് റീഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇതാണ് ലൈവ് സാമ്പിൾ. നമ്മൾ അതിന് എന്താ ചെയ്യാൻ പോകുന്നത്? പ്രീ സ്റ്റോർഡ് ഡാറ്റാബേസിലുള്ള ബയോമെട്രിക് സാമ്പിൾ, ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിൻറ്റുമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യും. എന്നിട്ട് സോഫ്റ്റ്വെയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റത്തിലാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? പഞ്ചിങ് മെഷീൻ എന്ന് പറയാറുണ്ട് അതിനെ. നമ്മളതിൽ നമ്മുടെ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് വന്ന് ഫിംഗർ ഉപയോഗിച്ച് ആ സെൻസറിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ശേഖരിക്കുന്നതാണ് ലൈവ് സാമ്പിൾ. നമ്മൾ അതിനെയും നമ്മൾ ആ സിസ്റ്റത്തിലായിട്ട് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലൈവ് സാമ്പിൾ അവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Fourth component, an interface with the application system to communicate the match result. അതായത് ഒരു ബയോമെട്രിക് ആപ്ലിക്കേഷനിൽ നമുക്ക് രണ്ട് തരം സിസ്റ്റംസ് കാണും. ഒരു ഹാർഡ്വെയർ സിസ്റ്റം, സോഫ്റ്റ്വെയർ സിസ്റ്റം. ഹാർഡ്വെയർ സിസ്റ്റം എന്തായിരിക്കും? ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീൻ അല്ലെങ്കിൽ ബയോമെട്രിക് കാർഡ് റീഡർ ആയിരിക്കും. അതുമായിട്ട് നമുക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ, അതായത് രണ്ട് ഘടകങ്ങളെ ബന്ധിപ്പിക്കാൻ നമുക്കൊരു പൊതുവായ ഒരു ഘടകം വേണം. അതാണ് ഇൻ്റർഫേസ്. അത് നമുക്ക് ഈ ഹാർഡ്വെയർ സിസ്റ്റവുമായിട്ട് ആപ്ലിക്കേഷൻ സിസ്റ്റം, സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ ഘടിപ്പിക്കാനായിട്ട് നമുക്കൊരു ഇൻ്റർഫേസ് വേണമല്ലോ. അതാണ് നമുക്ക് ഫോർത്ത് വേണ്ടത്. അതാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് ഓഫ് കമ്പാരിസൺ തരുന്നത്. അടുത്തതായി നമുക്ക് ID കാർഡ് പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്സുകൾ പരിചയപ്പെടാം. പ്ലാനിങ്, എൻറോൾമെൻറ്റ്, ക്രിയേറ്റിംഗ് ടെംപ്ലേറ്റ്, ഇമ്പോർട്ടിംഗ് ദ ടെംപ്ലേറ്റ് ടു ഡാറ്റാബേസ്. ഇങ്ങനെ 4 സ്റ്റെപ്സാണ് ID കാർഡ് പ്രിപ്പറേഷൻ ഉള്ളത്. നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, പ്ലാനിങ്. ബിഫോർ ഡിസൈനിങ് വി നീഡ് ടു പ്ലാൻ ദ ഡാറ്റ ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ID കാർഡ്. ഒരു ബയോമെട്രിക് ID കാർഡിൽ എന്തെല്ലാം ഡാറ്റ ഐറ്റംസ് ആണ് നമ്മൾ ശേഖരിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ ഇപ്പോൾ ഡാറ്റ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കുറേ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമതായി, ബയോമെട്രിക് ഡാറ്റ ഐറ്റംസ് കൂടാതെ നമ്മൾ ഡെമോഗ്രാഫിക്കും കൂടി ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. നെയിം, അഡ്രസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ബ്ലഡ് ഗ്രൂപ്പ് എക്സെട്ര ഇവയൊക്കെ ആയിരിക്കാം ഡെമോഗ്രാഫിക് ഡാറ്റ ഐറ്റംസ് ആയിട്ട് ശേഖരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ ഡിസൈഡ് ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് ടു ബി യൂസ്ഡ് ഇൻ ID കാർഡ് ഡിസൈൻ. അതാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്. അതാണ് ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിൻറ്റ്, പാം പ്രിൻറ്റ് ഓർ ഐറിസ് പാറ്റേൺസ്, ഇവ ഏത് വേണമെങ്കിലും ആകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എൻറോൾമെൻറ്റ്. എൻറോൾമെൻറ്റിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു ആളിനെ ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംഗത്വം എടുപ്പിക്കുക എന്നുള്ളതാണ് എൻറോൾമെൻറ്റിന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ വേർഡ് നമ്മൾ ഫസ്റ്റ് ഇയർ OJT-യിലൊക്കെ കേട്ടിട്ടുണ്ടാകും. ദ ബയോമെട്രിക് സാമ്പിൾ ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ക്യാപ്ചേർഡ്. നമ്മൾ എൻറോൾമെൻറ്റിൽ ആദ്യം എന്ത് ചെയ്യും? ഒരാളിനെ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ID കാർഡ് എടുക്കാൻ വന്ന ഒരാളിനെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അയാളുടെ ബയോമെട്രിക് സാമ്പിൾ ക്യാപ്ചർ ചെയ്യുന്നു. നമുക്കതിന് വേണ്ടി എന്ത് പ്രക്രിയയാണ് ചെയ്യുന്നത്? നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. ഫേഷ്യൽ ഇമേജ് ആണെങ്കിൽ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കാം. ഐറിസ് പാറ്റേൺസ് നമുക്ക് ഐറിസ് സ്കാനർ ഉപയോഗിക്കാം. നമ്മൾ അങ്ങനെ എൻറോൾമെൻറ്റ് ചെയ്യും. അടുത്തതായി നമ്മൾ ഈ എൻറോൾമെൻറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ക്രിയേറ്റിംഗ് ടെംപ്ലേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കൊരു ലൈവ് സാമ്പിൾ അല്ലെങ്കിൽ നമ്മളൊരു ബയോമെട്രിക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ അതുപോലെ കമ്പ്യൂട്ടർ സൂക്ഷിക്കാൻ സാധിക്കില്ല. നമുക്കതിനെ ഒരു അടുത്ത ഫോർമാറ്റായ ടെംപ്ലേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ യുണീക്ക് ഫീച്ചേഴ്സ് ആർ ദെൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബയോമെട്രിക് സാമ്പിൾ, ഫോർ എക്സാമ്പിൾ ആൻ ഇമേജ് ടു ക്രിയേറ്റ് ദ യൂസേഴ്സ് ബയോമെട്രിക് ടെംപ്ലേറ്റ്. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും, ബയോമെട്രിക് ഡാറ്റ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിൻറ്റ് ഒരു ഇമേജാണ്. നമ്മൾ അതിനെ എങ്ങനെയാണ് ടെംപ്ലേറ്റ് ആക്കി മാറ്റുന്നത്? ഒരു ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ഡിജിറ്റൽ ഫോർമാറ്റ് നമ്മൾ നമുക്ക് ബൈനറി ഫോർമാറ്റാണ്, വൺസ് ആൻഡ് സീറോസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ അതിന് പറഞ്ഞ പേരാണ് ടെംപ്ലേറ്റ്. നമ്മൾ ടെംപ്ലേറ്റിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഡാറ്റാബേസിലേക്ക് അല്ലെങ്കിൽ ഒരു കാർഡിലേക്ക് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഈ ടെംപ്ലേറ്റിനെ ഡാറ്റാബേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ലാസ്റ്റ് സ്റ്റെപ്പ്, ഇമ്പോർട്ടിംഗ് ടെംപ്ലേറ്റ് ടു ഡാറ്റാബേസ്. Next step, importing template to database. The biometric template is stored in a database or on a machine readable ID card.
This store template is later retrieved from the database during a matching process. നമുക്കൊരു മാച്ചിങ് പ്രോസസ്സ് പരിചയപ്പെടാം. അതായത് നമ്മുടെ ഒരു കാർഡ് ഹോൾഡർ അയാളുടെ കാർഡുമായിട്ട് വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് കാർഡ് റീഡറിൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചർ ചെയ്തു. അത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിൻ്റാണ് ക്യാപ്ചർ ചെയ്തതെന്ന് വിചാരിക്കുക. നമ്മൾ അതിന് ഇമേജ് പ്രോസസ്സിങ് ഉപയോഗിച്ചു നമ്മളതിന് ലൈവ് സാമ്പിൾ ടെംപ്ലേറ്റാക്കി കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഐ ഡി കാർഡിൽ നിന്ന് ശേഖരിച്ച ലൈവ് സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീ സ്റ്റോർ ഡാറ്റാബേസിലെ സാമ്പിളുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, മാച്ച് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ടെംപ്ലേറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. പ്രീ സ്റ്റോർഡ് ടെംപ്ലേറ്റുമായിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അത് സ്റ്റോർ ടെംപ്ലേറ്റ് എന്ന് പറയും. നമ്മൾ അതിനെ ഈ ലൈവ് ടെംപ്ലേറ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു മാച്ചോ മിസ്മാച്ചോ ഉണ്ടാകും. ഈ കേസിൽ ലൈവ് ടെംപ്ലേറ്റും നമ്മുടെ പ്രീ സ്റ്റോർ ടെംപ്ലേറ്റും നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്, മാച്ച് ഉണ്ട് എങ്കിൽ നമുക്കിവിടെ എന്താ കിട്ടുന്നത്, ഒരു മാച്ചിങ് സ്കോർ. ഹിയർ ദ സ്കോർ ഇസ് 95%. 95% ഓർ എബോവ് ഒരു സ്കോറാണ് നമുക്ക് മാച്ച് എന്ന് പറയാൻ പറ്റും. അത് ബിലോ ആണെങ്കിലോ മിസ് മാച്ച് എന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ് മാച്ചിങ് ചെയ്യുന്നത്. നമുക്ക് അടുത്തതായി ബയോമെട്രിക് ഐ ഡി കാർഡിൻ്റെ പർപ്പസസ് പരിചയപ്പെടാം. എന്തെല്ലാം പർപ്പസുകളുണ്ട്, ഉപയോഗങ്ങളുണ്ടെന്ന് പരിചയപ്പെടാം. പൊതുവായി ഐഡൻറ്റിഫിക്കേഷനും വേരിഫിക്കേഷനുമാണ് ബയോമെട്രിക് ഐ ഡി കാർഡ് പർപ്പസസ്. ഒന്നാമതായി ഐഡൻറ്റിഫിക്കേഷൻ. In identification, a one-to-many comparison of the captured biometric data against a biometric database to identify an unknown individual is done. അതായത് നമ്മുടെ ബയോമെട്രിക് ഡാറ്റാബേസിലുള്ള ഒരു കൂട്ടം ബയോമെട്രിക് സാമ്പിളുകളുമായിട്ട് നമ്മുടെ ഒരു ലൈവ് സാമ്പിളിനെ കമ്പയർ ചെയ്യും. ഒരു one-to-many കമ്പാരിസനാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി വേരിഫിക്കേഷൻ. A one-to-one comparison of a captured biometric data with a stored template to verify that the individual is who he claims to be. അതായത് നമ്മളൊരു one-to-one കമ്പാരിസനാണ് ചെയ്യുന്നത്. വേരിഫിക്കേഷൻ നമുക്ക് ഓരോന്നും വിശദമായി പരിചയപ്പെടാം. ഫോർ എക്സാമ്പിൾ വേരിഫിക്കേഷൻ നമുക്ക് ആദ്യം നോക്കാം. വേരിഫിക്കേഷൻ ഇസ് എ one-to-one കമ്പാരിസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ ബയോമെട്രിക് സെൻസറിൽ വന്ന് നമ്മുടെ ഒരു കാർഡ് ഹോൾഡർ ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് സെൻസ് ചെയ്തു, നമ്മൾ അതിൻ്റെ ഫീച്ചർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു ലൈവ് സാമ്പിളായിട്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരാളിൻ്റെ ഈ ഫീച്ചർ എക്സ്ട്രാക്ട് ചെയ്ത ഫീച്ചറിനെ ടെംപ്ലേറ്റ് എന്ന് പറയും. നമ്മൾ അതിനെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റാബേസിലുള്ള ഒരു പ്രീ സ്റ്റോർ ടെംപ്ലേറ്റ് എടുത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ വൺ ടു വൺ കമ്പാരിസനാണ് നടക്കുന്നത്. അതായത് നമുക്ക് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും, ട്രൂ ഓർ ഫോൾസ്. മാച്ച് ഉണ്ടെങ്കിൽ ട്രൂ, ഇല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഇത് കുറച്ച് ഫാസ്റ്റ് പ്രോസസ്സാണ് വേരിഫിക്കേഷൻ. പക്ഷേ ഐഡൻറ്റിഫിക്കേഷൻ എന്താ ചെയ്യുന്നത്, നമ്മൾ ലൈവ് സാമ്പിൾ കളക്ട് ചെയ്യുന്നു, ഫീച്ചർ എക്സ്ട്രാക്ട് ചെയ്ത് ടെംപ്ലേറ്റ് ആക്കി മാറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഫീച്ചറിനെ ഇവിടെ നിന്നുള്ള ഡാറ്റാബേസിൽ n സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് 1-to-n കമ്പാരിസനാണ്. അപ്പോൾ റിസൾട്ട് കിട്ടാൻ ടൈം എടുക്കും, ആണ് വ്യത്യാസം. അടുത്തതായി അഡ്വാൻറ്റേജസ് ഓഫ് ബയോമെട്രിക് ഐ ഡി കാർഡ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആക്യുറസി. ആക്യുറസി മീൻസ് കൃത്യത. നമ്മുടെ സാധാരണ ഐ ഡി കാർഡിൽ എന്താ പോരായ്മയുള്ളത്, കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ബയോമെട്രിക് ഡാറ്റ ഐറ്റംസ് കൂടി സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ഐഡൻറ്റിഫിക്കേഷൻ കൃത്യതയുള്ളതായിരിക്കും. നെക്സ്റ്റ് വൺ എഫിഷ്യൻസി. നമ്മുടെ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷന് സാധാരണ ഐഡൻറ്റിഫിക്കേഷനെക്കാട്ടിലും കൂടുതൽ എഫിഷ്യൻസി ഉണ്ട്. കൂടുതൽ തരുന്ന ഔട്ട്പുട്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ടൈം സേവിങ്. സാധാരണ ഐഡൻറ്റിഫിക്കേഷനിൽ നിന്ന് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഫാസ്റ്റ് ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മൾ ആ പ്രീ സ്റ്റോർഡ് സാമ്പിളോട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്, വേഗം കിട്ടും, ഫാസ്റ്റാണ്. സെക്യൂരിറ്റി നമുക്കറിയാം. നമ്മുടെ സാധാരണ ഡെമോഗ്രാഫിക് ഐറ്റംസ് മാത്രമുള്ള ഐഡൻറ്റിഫിക്കേഷനിൽ നമ്മുടെ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷനിൽ നിന്ന് വിരുദ്ധമായി നമുക്ക് പെട്ടെന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് നിർമ്മിച്ചുകൊണ്ട് നമ്മളെ കബളിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ബയോമെട്രിക് സാമ്പിളുകൾ ഉള്ളതുകൊണ്ട്, അതിന് യുണീക്നെസ് ഉള്ളതുകൊണ്ട് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് നിർമ്മിക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി കൂടുതലുണ്ട്. ഇനി കൺവീനിയൻസ്, സൗകര്യപ്രദമാണ് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ. അതായത് നമുക്ക് കാർഡ് ഹോൾഡറിനും അതുപോലെ വെരിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കും ഈ പ്രക്രിയ കുറച്ചുകൂടി സൗകര്യപ്രദമാണ്, നോർമൽ ഐഡൻറ്റിഫിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായി. ലാസ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡാറ്റ ഐറ്റംസ് യൂസ്ഡ് ഇൻ ബയോമെട്രിക് ഐ ഡി കാർഡ്. നമ്മൾ ബയോമെട്രിക് ഐ ഡി കാർഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ഐറ്റംസ് ഡെമോഗ്രാഫിക്കും ബയോമെട്രിക്കും എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ബയോമെട്രിക് ഐ ഡി കാർഡ് പ്രിപ്പറേഷൻ. ബയോമെട്രിക് ഐ ഡി കാർഡ് നിർമ്മാണത്തിൽ നമ്മൾ എന്തെല്ലാം സ്റ്റെപ്സാണ്, നമ്മൾ 4 സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ട്, അവയെ ഓരോന്നും വിശദീകരിച്ച് എഴുതുക. ദ തേർഡ് ക്വസ്റ്റ്യൻ,
ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ബയോമെട്രിക് ഐ ഡി കാർഡ്. ബയോമെട്രിക് ഐ ഡി കാർഡിൻ്റെ നേട്ടങ്ങൾ, ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അവയുടെ അഡ്വാൻറ്റേജ് എന്തെല്ലാം നമ്മൾ 5 പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ഓരോന്നിൻ്റെയും വിശദീകരിച്ച് സാധാരണ ഐഡൻറ്റി കാർഡുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ ശ്രമിക്കാം. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി.